3ds Maxൽ നിങ്ങൾ വിൻഡോ ഓർ ക്രോസിംഗ് സെലക്ഷൻ യൂസ് ചെയ്യാറില്ലേ? ഇവിടെ ഇതാണ് വിൻഡോ ഓർ ക്രോസിംഗ് സെലക്ഷൻ്റെ ഐക്കൺ. നമുക്ക് ക്ലിക്ക് ചെയ്ത് അത് സ്വിച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് Shift+O ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് കീ. ഇപ്പോൾ വിൻഡോ സെലക്ഷൻ ആണ് ആക്റ്റീവ് ആയിട്ടുള്ളത്. ആൻഡ് നമ്മളിവിടെ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ സെലക്ഷൻ ബോക്സ് വെക്കുമ്പം ഈ സെലക്ഷൻ ബോക്സിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ആവുന്ന ഒബ്ജക്ട്സ് മാത്രമേ ഇവിടെ സെലക്ട് ആവുള്ളൂ. ഇതാണ് വിൻഡോ സെലക്ഷൻ. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ക്രോസിംഗ് സെലക്ഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ സെലക്ഷൻ ബോക്സ് ഇങ്ങനെ വെച്ചാൽ സെലക്ഷൻ ബോക്സിനോട് ഈവൻ ടച്ച് എങ്കിലും ചെയ്യുന്ന എല്ലാ ഒബ്ജക്ട്സും സെലക്ട് ആവും. ഇത് നമ്മൾ ഓട്ടോകാഡിൽ എങ്ങനെയായിരുന്നു ചെയ്യാറ്? ലെഫ്റ്റ് ടു റൈറ്റ് ഡ്രാഗ് ചെയ്യുമ്പം അവിടെ വിൻഡോ സെലക്ഷൻ ആയിട്ടും ആൻഡ് റൈറ്റ് ടു ലെഫ്റ്റ് ആണെങ്കിൽ അത് ക്രോസിംഗ് സെലക്ഷനും ആയിരുന്നു അല്ലേ? നിങ്ങൾക്ക് അതായിരുന്നു കുറച്ചുകൂടി ഈസി എങ്കിൽ നമുക്കിവിടെ 3ds Maxലും അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. കസ്റ്റമൈസിൽ പ്രിഫറൻസസിൽ ജനറലിൽ വരിക. ഇവിടെ ഓട്ടോ വിൻഡോ ഓർ ക്രോസിംഗ് ബൈ ഡയറക്ഷൻ ടിക്ക് ഓൺ ചെയ്തിട്ട് താഴെ റൈറ്റ് ടു ലെഫ്റ്റ് ക്രോസിംഗ് ഓപ്ഷൻ കൊടുക്കാം. ഇങ്ങനെയാണ് നമുക്ക് ഓട്ടോകാഡിലുള്ളത്. ഇനി നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വേണ്ടതെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് ക്രോസിംഗ് ആയിട്ടും കൊടുക്കാം. ആൻഡ് നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാം, ഓക്കെ കൊടുക്കാം. ഇവിടെ ഇപ്പം ലെഫ്റ്റ് ടു റൈറ്റ് ഡ്രാഗ് ചെയ്യുമ്പം നമുക്ക് വിൻഡോ സെലക്ഷൻ ആയിട്ടും ആൻഡ് റൈറ്റ് ടു ലെഫ്റ്റ് ഡ്രാഗ് ചെയ്യുമ്പം ക്രോസിംഗ് സെലക്ഷൻ ആയിട്ടും കിട്ടിയിട്ടുണ്ടാവും. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.